വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. എന്താ അതിന്റെ അർത്ഥം? തീർച്ചയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് രണ്ട് ഷഹാദത്ത്. ഒരാള് പറയാ ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് എനിക്ക് ചൊല്ലാൻ കഴിയും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആവും. ഞാൻ പറഞ്ഞു വരുന്നത് നബിതങ്ങളുടെ പവറിനെ കുറിച്ചാണ്. അള്ളാഹു എത്രമാത്രം അവിടത്തെ ഉയർത്തിയിട്ടുണ്ട്, അവിടത്തേക്ക് സ്ഥാനം നൽകിയിട്ടുണ്ട്. അപ്പൊ ഈ രണ്ട് ഷഹാദത്ത് കലിമയും ഉച്ചരിച്ചാലേ ഒരാള് മുസ്ലിം ആവൂ, അവന്റെ ഈമാൻ പരിപൂർണമാവും. അപ്പൊ അള്ളാഹ് തന്നെ തിരഞ്ഞെടുത്തതാണ്, അള്ളാഹ് തന്നെ പ്രഖ്യാപിച്ചതാണ്. ഒരാള് മുസ്ലിം ആകണമെങ്കിൽ എന്നെയും എന്റെ ഹബീബിനെയും അഥവാ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും വിശ്വസിക്കണം, എന്നാലേ മുസ്ലിം ആവും. ഇനി മറ്റൊന്ന്, നിസ്കാരം. ആർക്കു വേണ്ടി നിസ്കരിക്കണം? ആർക്കു വേണ്ടി? ഉസ്താദിന് വേണ്ടി. നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ അടിയിട്ടു, അല്ലെ? നിസ്കരിക്കാൻ വന്നില്ലെങ്കിൽ അടിയിട്ടു എന്ന് കരുതി വന്ന് നിസ്കരിച്ച ഞങ്ങൾ ആർക്കു വേണ്ടി നിസ്കരിക്കും? പറയും, ഉസ്താദിന് വേണ്ടി. അപ്പൊ ഉസ്താദിന് വേണ്ടി നിസ്കരിച്ചാൽ നാളെ ഖബറിലും ആഖിറത്തിലും എന്ത് കിട്ടും? തരാൻ കിട്ടും. കാര്യങ്ങളൊക്കെ അറിയാല്ലേ? ഉസ്താദിന് വേണ്ടി നിസ്കരിച്ചാലേ, ഉസ്താദിന് വേണ്ടി നിസ്കരിച്ചിട്ട് ഉസ്താദിന്റെ അടിയും പേടിച്ചാൽ നിസ്കരിക്കാൻ പോകുന്നത്. അങ്ങനെ നിസ്കരിച്ചിട്ട് നാളെ പടച്ചവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴേ അള്ളാഹ് പറയും ഉസ്താദിന്റെ നിന്ന് മേടിച്ചോളാൻ പറയും. നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല, ഉസ്താദിന് വേണ്ടി നിസ്കരിച്ചത്, എന്നാ പിന്നെ ഉസ്താദിന്റെ നിന്ന് മേടിച്ചോളാൻ പറയും. അപ്പൊ നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം, അല്ലെ? ഉസ്താദിന് വേണ്ടി ആകണ്ട, ഉമ്മയ്ക്ക് വേണ്ടി ആകണ്ട, വാപ്പയ്ക്ക് വേണ്ടി ആകണ്ട. നമ്മൾ സ്വയം തീരുമാനിക്കണം, നമ്മൾ നിസ്കരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ആ അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധനയാണ് നിസ്കാരം എന്ന് പറയുന്നത്. എത്രയാ നിസ്കാരത്തിന്റെ പവർ! ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്, അല്ലെ? നമ്മള് മദ്രസയിലൊക്കെ പഠിച്ചല്ലേ, അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യത്തി കുല്ലിഹാ, അല്ലെ? ഒരു മനുഷ്യൻ അവന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരമാണ്. ഈ നിസ്കാരം നാം നിർവഹിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. ആ നിസ്കാരത്തിൽ പോലും എന്റെ ഹബീബിനെ നിങ്ങൾ പറയണം, എന്റെ ഹബീബിനെ നിങ്ങൾ സ്മരിക്കണം എന്ന് അള്ളാഹു പറയുമ്പോൾ നിസ്കാരം അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. ആ നിസ്കാരത്തിൽ പോലും എന്റെ ഹബീബിനെ നിങ്ങൾ പറയണം, എന്റെ ഹബീബിനെ നിങ്ങൾ സ്മരിക്കണം എന്ന് പറയുമ്പോ ആ ഹബീബിന്റെ പവർ എത്രയാ നമ്മൾ മനസ്സിലാക്കണം. എവിടെയാ പറയുന്ന നിസ്കാരത്തിൽ നബി തങ്ങളെ കുറിച്ച്? നിസ്കാരത്തിൽ നമ്മൾ എവിടെയാ അനുസ്മരിക്കുന്നത്, പറയുന്നത്? ആർക്കും അറിയില്ലേ? നിസ്കാരത്തിൽ നമ്മൾ എവിടെയാ നമ്മുടെ നബിയെ കുറിച്ച്, നമ്മുടെ നേതാവിനെ കുറിച്ച് പറയുന്നത്? അത്തഹിയ്യാത്തില്. ഇങ്ങനെ അത്തഹിയ്യാത്ത് എന്നല്ല, അത്തഹിയ്യാത്ത്. ഇങ്ങനെ അങ്ങനെ തന്നെ പറയണം നിസ്കാരത്തില്. അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് എന്ന് പറയാം. അത്തഹിയ്യാത്ത് ശരിയാകത്തില്ല. പിന്നെ അങ്ങനെ യായിന് ഷദ്ദുണ്ട്. അത്തഹിയ്യാത്തു, തഹിയ്യത്ത് എന്നതിന്റെ പ്ലൂറലാണ് തഹിയ്യാത്ത്. തഹിയ്യത്ത് എന്നത് സിംഗുലറാ, പ്ലൂറൽ എങ്ങനെയാ? തഹിയ്യാത്ത്. എല്ലാ സംഭാവനകളും, എല്ലാ തിരുമുൽ കാഴ്ചകളും. മനസ്സിലായോ? അതിന്റെ അർത്ഥം എങ്ങനെയാണ്? അപ്പൊ ആ ശബ്ദോട് കൂടി തന്നെ പറയണം, അത്തഹിയ്യാത്തുൽ മുബാറകാത്തുസ് സ്വലവാത്ത്. അങ്ങനെയാ പറയണ്ടേ. അപ്പൊ ഈ അത്തഹിയ്യാത്തിൽ നമ്മൾ അള്ളാഹുവിന്റെ റസൂലിന് സലാം പറയുന്നുണ്ട്, അല്ലെ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അള്ളാഹുവിന് വേണ്ടിയുള്ള ആരാധനയിൽ അള്ളാഹു തന്നെ പറഞ്ഞതാ ഇത് പറയണം. ഈ അത്തഹിയ്യാത്ത് ഓതാത്ത ഒരാള്
ഒരാളുടെ നിസ്കാരം ശരിയാവും. ഒന്നാമത്തെ അത്തഹിയ്യാത്ത് എന്താണ് ഹുക്മ്? ഒന്നാമത്തെ അത്തഹിയ്യാത്തിന്റെ വിധി എന്താണ്? വാജിബാണോ സുന്നത്താണോ ഫർളാണോ? ഒന്നാമത്തെ അത്തഹിയ്യാത്ത് അബാദ് സുന്നത്തുകളിൽ പെട്ടതാണ് അല്ലെ? ഒന്നാമത്തെ അത്തഹിയ്യാത്ത്. രണ്ടാമത്തെ അത്തഹിയ്യാത്താണ് എന്ത്? ഫർളായ. അപ്പോൾ ആ അത്തഹിയ്യാത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം സ്മരിച്ചില്ലെങ്കിൽ, അവിടത്തേക്ക് സലാം പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാകുന്നില്ല. അപ്പൊ എത്രയാ നബിതങ്ങളുടെ പവർ! നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മുഴുവനും നമുക്ക് പറഞ്ഞിരിക്കാൻ സമയമില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ നബിതങ്ങളുടെ ആ പവർ എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് 2 ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനിയും പറയാനാണെങ്കിൽ ധാരാളം നമുക്ക് പറയാനുണ്ട്, അതിനുള്ള സമയം നമുക്കില്ല. അപ്പൊ ഇങ്ങനെയുള്ള നമ്മുടെ നേതാവിനെ നമ്മൾ സ്നേഹിക്കണം, അവിടത്തെ പിൻപറ്റണം. നബിതങ്ങളെ സ്നേഹിക്കുന്ന വിഷയത്തിൽ സ്വഹാബത്ത് നമുക്ക് എന്നെന്നും മാതൃകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ അങ്ങേയറ്റം സ്വന്തം ജീവനേക്കാൾ വരെയും സ്നേഹിച്ചവരാണ് സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു. അവരുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കിത് മനസ്സിലാവും. നമുക്കറിയാം, ഹുബൈബ് റളിയല്ലാഹു അൻഹു, ശത്രുക്കൾ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ധനസ്ഥനാക്കി, കെട്ടിയിട്ടു. എന്തിന്റെ പേരില? ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ. ഹുബൈബിനോട് പറഞ്ഞു, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം, നിന്റെ നേതാവ് മുഹമ്മദ് ഉണ്ടല്ലോ, ആ മുഹമ്മദിനെ ഒന്ന് തള്ളി പറഞ്ഞാൽ മാത്രം മതി, മുഹമ്മദിന്റെ മതത്തിൽ നിന്നൊന്ന് മാറണം. തള്ളി പറയുമ്പോ മതത്തിൽ നിന്ന് ഔട്ടാവുമല്ലോ, ഒന്ന് മാറിയാ മതി, നിന്നെ വെറുതെ വിട്ടേക്കാം. അങ്ങനെ ശത്രുക്കള് പരമാവധി ശ്രമിച്ചു, കടുത്ത പീഡനങ്ങൾ അയച്ചു. ബാങ്കിന്റെ ദുആക്ക് ശേഷം ആയത്തുൽ കുർസി പതിവാക്കുക. അങ്ങനെ പതിവാക്കിയാൽ നിങ്ങളുടെ പാപങ്ങൾ സമുദ്രത്തിലെ നുരക്ക് സമാനമാണെങ്കിലും അള്ളാഹു അത് പുറത്തു തരുന്ന അല്ലേ? അങ്ങനെ പല ഗുണങ്ങൾ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇഷ്ടമുള്ള വാതിലിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാം. അവനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ മരണമല്ലാതെ മറ്റൊരു തടസ്സമില്ല. അങ്ങനെ പല രീതിയിലുണ്ട്. ഏതായാലും വലിയ നേട്ടാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ ബാങ്ക് വിളിച്ച് അതിന്റെ ദുആ നിർവഹിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ആയത്തുൽ കുർസി കൂടെ ഓതണം. 1/2 മിനിറ്റ് മതി അല്ലേ ഒരു ആയത്തുൽ കുർസി ഓതാൻ? 1/2 മിനിറ്റ് മതി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, ഹുബൈബ് റളിയല്ലാഹു അൻഹു ശത്രുക്കള് പിടിച്ചുകെട്ടി, നിന്റെ നേതാവിനെ ഒന്ന് തള്ളി പറഞ്ഞാൽ നിന്നെ വെറുതെ വിട്ടേക്കാം. അവര് കടുത്ത പീഡനങ്ങൾ വരെ അഴിച്ചു വിട്ടിട്ടും മഹാനായ ഹുബൈബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തള്ളി പറഞ്ഞില്ല എന്നല്ല, ലാസ്റ്റ് അവിടുന്ന് പറഞ്ഞെന്താണെന്നറിയോ? വിശാലമായ ചരിത്രം, ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ലാസ്റ്റ് അവിടുന്ന്, എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ലെന്നാ പറഞ്ഞത്. എന്റെ ഹബീബിന്റെ കാലിൽ ഒരു മുള്ള് തറയ്ക്കുന്നത് പോലും എനിക്ക് സഹിക്കാൻ കഴിയില്ല. അതാ സ്വഹാബത്തിന്റെ സ്നേഹം എന്ന് പറയുന്നത്. സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കണം. ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയെ, ഞാൻ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാണെന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം അങ്ങയാ നബി എന്ന്. അപ്പൊ നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഉമറെ, നിന്റെ ഈമാൻ പരിപൂർണമല്ല, നിന്റെ ഈമാൻ പരിപൂർണമല്ല. അതെന്താ നബിയെ? അത് ഒരു മുഅ്മിൻ അവന്റെ ഈമാൻ പരിപൂർണമാകണമെങ്കിൽ എല്ലാത്തിനേക്കാളും അവന്റെ ഭാര്യ, മക്കൾ, ഉമ്മ, വാപ്പ, അങ്ങനെ തുടങ്ങി അവനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എല്ലാവരെക്കാളും എത്രത്തോളം സ്വന്തം ജീവനേക്കാൾ വരെയും ആരെ സ്നേഹിക്കണം? അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണം. അള്ളാന്റെ റസൂലിനെ സ്നേഹിക്കണം, എന്നാലേ അവന്റെ ഈമാൻ പരിപൂർണമാവുള്ളൂ.
ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നസി അജ്മഈൻ എന്നാണ് നബി തങ്ങൾ പറഞ്ഞത്. എല്ലാവരെക്കാളും അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അപ്പോഴാ സ്നേഹം ആത്മാർത്ഥമാകുന്നത്, യഥാർത്ഥ സ്നേഹമാകുന്നത്. നമ്മൾ സ്നേഹമുണ്ട് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് കാര്യമായ സ്നേഹമൊന്നുമില്ല. കാരണം നബിതങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ തെളിവാണ് അയാൾ ഒരൊറ്റ വഖത്ത് മുടക്കൂല. ബാങ്ക് വിളിക്കുമ്പോ അപ്പോഴേ പള്ളിക്ക് പോകും. സ്ത്രീകളാണെങ്കിലോ ഒരു വീട്ടിൽ നിസ്കരിക്കും. 2 വഖത്തും കൂടെ ഒരു സമയത്തല്ല നിസ്കരിക്കുക. ഓരോ വഖത്തിനും ഓരോ നിസ്കാരത്തിനും അതാതിന്റെ സമയങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ ആ നിസ്കാരം നിർവഹിക്കണം. അപ്പൊ നബിതങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവ് അവന്റെ ഫർളായ കാര്യങ്ങളിലൊന്നും അവനൊരു വീഴ്ചയും വരുത്തൂല. അപ്പൊ അതാണ്, ആ നിലക്ക് നമ്മൾ സ്നേഹിക്കണം. മഹാന്മാരായ സ്വഹാബത്തും അതേപോലെ സ്വഹാബിയത്തായ വനിതകളുമെല്ലാം ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇതിലേക്കൊന്നും നമുക്ക് കടക്കാൻ സമയമില്ല. അവരൊക്കെയും നമുക്ക് മാതൃകയാണ്. നബി തങ്ങളുടെ സുന്നത്തിനെ പിൻപറ്റണം. ഫർള് കഴിഞ്ഞാൽ പിന്നെ സുന്നത്ത് നമ്മൾ നിലനിർത്തണം. സുന്നത്തെ ഫർളുകൾക്ക് മുമ്പും ശേഷവും റവാത്തിബ് സുന്നത്തുകൾ എന്ന് പറയും. അതിനു പുറമെ തഹജ്ജുദുണ്ട്, ളുഹയുണ്ട്, തസ്ബീഹ് നിസ്കാരമുണ്ട്, ഇഷ്റാഖിന്റെ നിസ്കാരമുണ്ട്, സ്വലാത്തുൽ അവ്വാബീനുണ്ട്, വിത്റുണ്ട്, അങ്ങനെ തുടങ്ങി ഒരുപാട് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്. ഏതെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. കുറച്ച് സുന്നത്തുകളൊക്കെ നമ്മൾ പതിവായി ചെയ്യണം. സുന്നത്തുകൾ കൊണ്ടുള്ള നേട്ടം തന്നറിയ. ചിലർ ഫർദ് മാത്രമേ നിസ്കരിക്കൂ, സുന്നത്തൊന്നും നിസ്കരിക്കൂല. ഈ സുന്നത്തുകൾ നിസ്കരിച്ചാലുള്ള നേട്ടം വളരെ വലുതാണ്. എന്താണ്? കാരണം നമ്മൾ നിസ്കരിക്കുന്ന ഈ ഫർദുകളൊക്കെ പടച്ചവൻ അത് ഏത് നിസ്കാരാണെങ്കിലും സ്വീകരിക്കുന്ന ഒരു ഉറപ്പ് നമുക്കില്ല. വീഴ്ചകളൊക്കെ സംഭവിച്ചേക്കാം. അപ്പൊ ഈ ഫർദ് നിസ്കാരങ്ങളിൽ വരുന്ന വീഴ്ചകൾ അത് പരിഹരിക്കാൻ ആ സുന്നത്തുള്ളത്. വിചാരണക്കെടുക്കുമ്പോ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും വിചാരണക്കെടുക്കുമ്പോ ആദ്യമായിട്ട് വിചാരണക്കെടുക്കുന്ന നിസ്കാര. അപ്പൊ അല്ലാഹു തആല മാലാഖമാരോട് ചോദിക്കും, അവന്റെ നിസ്കാരത്തിൽ എന്തെങ്കിലും ന്യൂനതകളോ അയബുകളോ വീഴ്ചകളോ വൈകല്യങ്ങളോ ഉണ്ടോ എന്ന് നോക്കുന്നു പറയും. അപ്പൊ ഉണ്ട് എന്ന് പറയും മലക്കുകള്. വീഴ്ചകളുണ്ട് റബ്ബേ, ഒരുപാടുണ്ട്. വീഴ്ചകളുണ്ടെങ്കിൽ തള്ളിക്കളയുമല്ലോ. അപ്പൊ അള്ള പറയും, എന്നാ പിന്നെ അവനിക്ക് സുന്നത്തുണ്ടോ നോക്കാൻ പറയും. അപ്പൊ പറയും സുന്നത്തൊന്നുമില്ല, എന്നാ പിന്നെ അത് കളഞ്ഞേക്കാം, അത് വിട്ടേക്ക്. അപ്പൊ പിന്നെ എങ്ങോട്ടാ പോക്ക്? നരകത്തിലേക്കാ. ഈ സുന്നത്തുണ്ട് എന്ന് മലക്കുകൾ പറഞ്ഞാൽ ആ സുന്നത്ത് കൊണ്ട് ആ വീഴ്ചകൾ, ആ ഫർദിൽ വന്നിട്ടുള്ള വീഴ്ചകളൊക്കെ പരിഹരിച്ചേക്കാം. അത് പരിഹരിക്കാൻ പറയും. അതാണ് സുന്നത്തിന്റെ നേട്ടം എന്ന് പറയുന്നത്, ഗുണം എന്ന് പറയുന്നത്. അതുകൊണ്ട് സുന്നത്തൊന്നും നമ്മൾ നഷ്ടപ്പെടുത്തണ്ട. അത് സുന്നത്തല്ലേ എന്ന് കരുതിയിട്ട് വലിയ പ്രതിഫല ആ സുന്നത്തുകൾക്കൊക്കെ. ഫർദിനെ പരിപൂർണമാക്കുന്നത്, സമ്പൂർണമാക്കുന്നത് സുന്നത്തായ അമലുകളാണ്. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഏതെങ്കിലും ചില സുന്നത്തുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി ഒരുപാടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു സുന്നത്ത്, റക്അത്താനി ഖബ്ല സുബ്ഹി ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ സയ്യിദുനാ റസൂലുള്ളാഹി. സുബ്ഹി ഫർള്, സുബ്ഹി നിസ്കാരത്തിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്താണ്. തഹജ്ജുദ് അല്ല കേട്ടോ, അത് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിനൊക്കെ മുന്നേ ഉള്ളതാണ്. ഇത് ഫർള്, ഫർള് നിസ്കരിക്കുന്നതിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്. സുബ്ഹിക്ക് ശേഷം സുന്നത്തുണ്ടോ? സുബഹിക്ക് ശേഷം സുന്നത്തില്ല. സുബഹിയുടെ റവാത്തിബ് എപ്പോഴുള്ളത്? സുബഹിക്ക് മുമ്പാണ്, സുബഹി നിസ്കാരത്തിന് മുമ്പാണ്. അപ്പൊ ഒരാള് ഇപ്പൊ പള്ളിക്ക് സ്ഥിരമായി നിസ്കരിക്കാൻ വരുന്ന ഒരാള്, അയാള് പള്ളിയിലേക്ക് വന്നപ്പോ സുബഹി നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അയാള് സുബഹിക്ക് മുമ്പുള്ള റവാത്തിബ് മുടക്കാത്ത ആളാ. അപ്പൊ അയാള് പള്ളിയിൽ വരുമ്പോ ഇവിടെ ജമാഅത്ത് കിടക്കുന്നു. അയാൾ ആദ്യം ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ജമാഅത്ത് നിസ്കരിക്കണം അല്ലെ? ജമാഅത്തിൽ കൂടി ഇമാമിനോടൊപ്പം നിന്ന് സുബഹി നിസ്കരിക്കണം. അപ്പൊ സുബഹിയുടെ സുന്നത്തോ നഷ്ടപ്പെട്ടോ? സുബഹിയുടെ സുന്നത്ത് സുബഹിക്ക് മുമ്പാണ് നിസ്കരിക്കേണ്ടത്, അതിന്റെ സമയം അപ്പോഴാണ്. എങ്കിലും
ഈ നിസ്കാരത്തിന്റെ സമയം എവിടം വരെയുണ്ടോ അവിടം വരെയും ആ സുന്നത്ത് ഖളാ ആവുകയില്ല. അപ്പൊ അങ്ങനെ വന്നാൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് ആ സുന്നത്ത് നമ്മൾ നിസ്കരിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോഴും നിയ്യത്ത് വെക്കേണ്ടത് എങ്ങനെയാണ്? സുബഹിന്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. കാരണം സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്താണ്. ഖളാ ആവില്ല. ഖളാ ആകണമെങ്കിൽ എപ്പോഴാ ഖളാ ആകുക? ഇപ്പൊ സുബഹി ഖളാ ആകുന്ന എപ്പോഴാ? 6:14 അല്ലെ? 6:14. അതുവരെ സുന്നത്തിന്റെ സമയമുണ്ട്, മുമ്പുള്ളതാണെങ്കിൽ. ഞാൻ പറഞ്ഞത് ഫർദിന് മുമ്പുള്ളതാണെങ്കിലും ഏതെങ്കിലും കാരണവശാൽ മുമ്പ് നിസ്കരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ ഫർദിന്റെ ശേഷം അത് നിസ്കരിക്കാം. മനസ്സിലായോ? ഖളാവില്ല. പിന്നെ നിയ്യത്തിൽ വ്യത്യാസമുണ്ട്. മുമ്പുള്ളതിനെ ഫർദിന്റെ മുമ്പുള്ളത് എന്ന് പറയണം, ശേഷമുള്ളതിനെ ശേഷമുള്ളത് എന്ന് പറയണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് റക്അത്താനി ഖബ്ല സുബ്ഹ്. നബി തങ്ങൾ പറയുക, ഹദീസായത്, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഖൈറുൽ ലക മിനദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവും അതിനുള്ള സർവ്വ വസ്തുക്കളും നിനക്ക് ലഭിക്കുന്നതിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പതിവാക്കിക്കോ, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് ഒരിക്കലും മുടക്കണ്ട. അതൊരു നിർബന്ധ കാര്യം പോലെ എടുത്ത് നമ്മൾ പ്രവർത്തിക്കണം. നിർബന്ധ കാര്യം പോലെ ചെയ്യണം. അതിനോട് നേട്ടമുണ്ടാവും. നമുക്ക് ദുനിയാവിലുണ്ടാവും, ആഖിറത്തിലുണ്ടാവും. ഒരു സംശയവും വേണ്ട. അതിനെ സംബന്ധിച്ച് ഈ ഹദീസ് വിശദീകരിച്ച് ചില പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അതിൽ ഓതേണ്ട സൂറത്ത് ചില രോഗങ്ങൾക്ക് ഇത് ശിഫയാണ്. ഈ നിസ്കാരം ചില രോഗങ്ങൾക്ക്. ചില കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത് കാണാം, സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, ആ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോ 1-ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം 1-ാമത്തെ റക്അത്തിലെ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം അലം നശ്റഹുൻ, അലം തറയും 2 സൂറത്ത്. 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും ഖുൽ ഹുവല്ലാഹ്. അങ്ങനെയല്ല, 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, 2-ാമത്തെ റക്അത്തിൽ അലം തറയും ഖുൽ ഹുവല്ലാഹ് ഫാത്തിഹയ്ക്ക് ശേഷം. ഈ 4 സൂറത്തുകൾ. അപ്പൊ 1-ാമത്തെ റക്അത്തിൽ അലം നശ്റഹും, അതേപോലെ അലം നശ്റഹും ഖുൽ യാ അയ്യുഹൽ കാഫിറൂനയും, 2-ാമത്തെ റക്അത്തിൽ അലം തറയും ഖുൽ ഹുവല്ലാഹു അഹദും. ഇങ്ങനെ ചൊല്ലി ഓതി നിസ്കരിച്ചു കഴിഞ്ഞാൽ ബാസൂർ എന്ന് പറയുന്ന രോഗത്തിന് ശമനമാണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്.